ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കേരള ഫിസിക്സ് അക്കാഡമി. നമ്മളിന്നൊക്കെ കോൾബർഗ് എന്ന് പറയുന്ന എഡ്യൂക്കേഷനിസ്റ്റിൻ്റെ മോറൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന പോർഷനുമായി ബന്ധപ്പെട്ട് പ്രീവിയസ് എക്സാമുകളിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് പരിചയപ്പെടുത്തുകയാണ്. KTET1, KTET2, പിന്നെ KTET പരീക്ഷകൾ, സെറ്റ് പരീക്ഷകൾ, ഇതിനൊക്കെ ഉപയോഗിക്കാൻ പറ്റാവുന്ന അല്ലെങ്കിൽ ഉപകാരപ്രദമാകുന്ന ക്വസ്റ്റ്യൻസാണ് നമ്മളിവിടെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ എല്ലാവരും ക്വസ്റ്റ്യൻസുമായിട്ടൊന്ന് പരിചയപ്പെടാം. അപ്പോൾ ആദ്യം വരുന്നൊരു ക്വസ്റ്റ്യൻ നോക്കാം. കോൾബർഗ് ഹാസ് ഗിവൺ, അത് KTET 2016 ചോദിച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു. കോൾബർഗ് ഹാസ് ഗിവൺ, അതിൻ്റെ ഓപ്ഷൻസ് ഇല്ല, നേരിട്ട് ആൻസറിലേക്ക് വരികയാണ്. സ്റ്റേജസ് ഓഫ് മോറൽ ഡെവലപ്മെൻറ്റ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ അപ്പോൾ തന്നെയാണ്. മോറൽ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡീൽ ചെയ്തിട്ടുള്ള സയൻറ്റിസ്റ്റ് ആരായിരുന്നു എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം എൻ്റെ ആൻസർ ഇപ്പോൾ എന്താണ്? കോൾബർഗ്. രണ്ടാമത്തെ കണ്ടീഷൻ നോക്കുക. കോൾബർഗ് എക്സ്റ്റെൻഡഡ് പിയാഷെ തിയറി. കോൾബർഗ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ആരുടെ തിയറിനെയാണ് എക്സ്റ്റെൻഡ് ചെയ്തതെന്നാണ് ചോദിച്ചത്. എക്സ്റ്റെൻഡ് ചെയ്യാന്നില്ലെങ്കിൽ നീട്ടി കൊണ്ടുവന്നെന്ന് ചോദിച്ചേക്കാണ്. അത് പിയാഷെ 3 സ്റ്റേജ് പറഞ്ഞു, പക്ഷെ കോൾബർഗ് എന്ത് ചെയ്തു? ആ 3 സ്റ്റേജിനെ 6 സ്റ്റേജായി മാറ്റുകയാണ് ചെയ്തത്. അപ്പം എൻ്റെ ആൻസർ അപ്പം എന്താണ്? പിയാഷെ. അപ്പോൾ കോൾബർഗ് എക്സ്റ്റെൻഡഡ് പിയാഷെസ് തിയറി. ഇനി നോക്കാം. മോറൽ ഡെവലപ്മെൻറ്റ് ഈസ് എ കണ്ടിന്യൂവൽ പ്രോസസ് ദാറ്റ് ഓക്കേഴ്സ് ത്രൂ ഔട്ട് ദ ലൈഫ് സ്പാൻ. അപ്പോൾ മോറൽ ഡെവലപ്മെൻറ്റ് എന്തായിരുന്നു എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത്. മോറൽ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ കണ്ടിന്യൂസ് പ്രോസസ് ദാറ്റ് ഒക്കേഴ്സ് ത്രൂ ഔട്ട് ദ ലൈഫ് സ്പാൻ. ജീവിതകാലം മുഴുവനും തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മോറൽ ഡെവലപ്മെൻറ്റ് എന്ന പേരിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ പോയിന്റ് നോക്കാം. യൂസ്ഡ് പിയാഷെസ് സ്റ്റോറി ടെല്ലിംഗ് ടെക്നിക് ടു ടെൽ ദ പീപ്പിൾ സ്റ്റോറീസ് ഇൻവോൾവിംഗ് മോറൽ ഡിലിമാസ്. അതായത് പിയാഷെയുടെ സ്റ്റോറി ടെല്ലിംഗ് ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളിലേക്ക് എന്ത് ചെയ്യുന്നു? മോറൽ വാല്യൂസ് കോൾബർഗ് എത്തിച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതായത് നമ്മൾ സന്മാർഗ പാഠം അല്ലെങ്കിൽ സാരോപദേശ കഥകൾ എന്നെങ്കിലും പറയുന്ന സെയിം ടെക്നോളജി. നമ്മളൊരു കഥ പറയും, ആ കഥയുടെ അവസാനം എന്തായിരിക്കും? അതിൻ്റെ സാരാംശം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു മോറൽ വാല്യൂവിനെ ആയിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ പിയാഷെയുടെ തിയറിനെയാണ് എക്സ്റ്റെൻഡ് ചെയ്തേക്കുന്നത്. മോറൽ ഡെവലപ്മെൻറ്റ് എന്ന് വെച്ചാൽ എന്താണ്? കണ്ടിന്യൂസ് പ്രോസസ് ദാറ്റ് ഒക്കേഴ്സ് ത്രൂ ഔട്ട് ദ ലൈഫ് സ്പാൻ. യൂസ്ഡ് പിയാഷെസ് സ്റ്റോറി ടെല്ലിംഗ് ടെക്നിക് ടു ടെൽ പീപ്പിൾ സ്റ്റോറീസ് ഇൻവോൾവിംഗ് മോറൽ ഡിലെമാസ്. ഇനി മൂന്നാമത് പോയിന്റ് നോക്കുക. ഹി ബേസ്ഡ് ഹിസ് തിയറി അപ്പോൺ റിസർച്ച് ആൻഡ് ഇന്റർവ്യൂസ്. ഇപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു. കോൾബർഗ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് അദ്ദേഹത്തിൻ്റെ തിയറികൾ രൂപപ്പെടുത്തിയത് എങ്ങനെയായിരുന്നു എന്നാണ് ക്വസ്റ്റ്യൻ വന്നിരുന്നത്. അപ്പം എൻ്റെ ആൻസർ അപ്പം എങ്ങനെയാണ്? റിസർച്ച് ആൻഡ് ഇൻ്റർവ്യൂ നടത്തിയതുകൊണ്ടാണ്. വിത്ത് ഗ്രൂപ്പ്സ് ഓഫ് യങ് ചിൽഡ്രൻ. പിന്നെ പറയുന്നു, എ സീരീസ് ഓഫ് മോറൽ ഡിലിമ വേർ പ്രസൻറ്റഡ് ടു ദീസ് പാർട്ടിസിപ്പൻറ്റ്സ് ആൻഡ് ദേ വേർ ഓൾസോ ഇൻ്റർവ്യൂഡ് ടു ഡിറ്റർമൈൻ ദ റീസണിങ് ബിഹൈൻഡ് ദെയർ ജഡ്ജ്മെൻറ്റ്സ് ഓഫ് ഈച്ച് സിനാരിയോ. കുട്ടികളിലൊക്കെ കഥ പറഞ്ഞു കൊടുക്കുന്നു. ആ കഥയുടെ അടിസ്ഥാനത്തിൽ അവരെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇൻ്റർവ്യൂ നടത്തുന്നു. ഇൻ്റർവ്യൂ നടത്തിയതിനു ശേഷം ആ കഥയിൽ നിന്നും എങ്ങനെയാണ് അവർ ഒരു ആൻസറിലേക്ക് അല്ലെങ്കിൽ ജഡ്ജ്മെൻറ്റിലേക്ക് എത്തിയത് എന്ന് ചോദിച്ച് മനസ്സിലാക്കുന്നു. മൂന്നാമത്തെ പോയിന്റ് അപ്പോൾ ഇതാണ്. റിസർച്ച് ആൻഡ് ഇൻ്റർവ്യൂ ആണ്. റീസണിങ് ബിഹൈൻഡ് ദെയർ ജഡ്ജ്മെൻറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് കാര്യങ്ങൾ മനസ്സിലാക്കിയിരുന്നത്. നാലാമത്തെ പോയിന്റ് നോക്കാം. വൺ ഓഫ് ദ ബെസ്റ്റ് നോൺ സ്റ്റോറീസ് ഓഫ് കോൾബർഗ് concern a man called Haynes who lived somewhere in Europe. കോൾബർഗിൻ്റെ ഏറ്റവും ബെസ്റ്റ് കഥ ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഹെയ്ൻസ് എന്ന് പറയുന്ന, യൂറോപ്പിൽ എവിടെയോ താമസിക്കുന്ന ഹെയ്ൻസ് എന്ന് പറയുന്ന ഒരാളുടെ കഥയാണ് ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റോറി ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത്. ഹെയ്ൻസ് എന്നുള്ള പേര് ഓർത്തിരിക്കുക. അഞ്ചാമത്തെ പോയിന്റ് നോക്കാം. കോൾബർഗ് ഡിഫൈൻ മോറൽ ഡെവലപ്മെൻറ്റ് ആസ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് എൻ ഇൻഡിവിജ്വൽ സെൻസ് ഓഫ് ജസ്റ്റിസ്. അപ്പോൾ മോറൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഏറ്റവും നല്ല രീതിയിൽ എത്തിയപ്പോഴാണ് ജനങ്ങൾക്ക് കാര്യങ്ങൾ ജസ്റ്റിസ് ചെയ്യാനുള്ളത് അല്ലെങ്കിൽ ജഡ്ജ് ചെയ്യാനായിട്ടുള്ള ഒരു കഴിവ് വരുമ്പോഴാണ്. അപ്പോൾ നോക്കാം. കോൾബർഗ് ഡിഫൈൻസ് മോറൽ ഡെവലപ്മെൻറ്റ് ആസ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ സെൻസ് ഓഫ് ജസ്റ്റിസ്.
ആറാമത്തെ പോയിന്റ് നോക്കാം. ഹി ഐഡന്റിഫൈഡ് 6 സ്റ്റേജസ് ഓഫ് മോറൽ ഡെവലപ്മെന്റ്. ഇപ്പോൾ ക്വസ്റ്റ്യൻ ഇപ്പോൾ ഇതായിരുന്നു, കോൾബർഗിന് എത്ര മോറൽ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട എത്ര സ്റ്റേജുകൾ ഉണ്ടെന്നാണ് കോൾബർഗ് കണ്ടെത്തിയതെന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ എത്രയാണ്? 6 സ്റ്റേജസ് ആണുള്ളത്. ഏഴാമത്തെ പോയിന്റ് നോക്കാം. കോൾബർഗ്സ് തിയറി ഓഫ് ഡെവലപ്മെന്റ് ഈസ് കൺസേൺഡ് വിത്ത് ലാംഗ്വേജ് ഡെവലപ്മെന്റ്. അപ്പോൾ ഈ മോറൽ ഡെവലപ്മെന്റ് വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്തും കൂടി ഡെവലപ്പ് ചെയ്യും എന്നാണ് പറയുന്നത്. ലാംഗ്വേജും കൂടി അല്ലെങ്കിൽ ഭാഷാ സ്വാധീനം കൂടി ഡെവലപ്പ് ചെയ്യപ്പെടും എന്നാണ് കോൾബർഗ് കണ്ടെത്തിയത്. ഇത് UP-TET 2016 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അക്കോർഡിംഗ് ടു കോൾബർഗ്, ദ ലെവൽ ഇൻ വിച്ച് ചൈൽഡ്സ് മൊറാലിറ്റി ഈസ് കൺട്രോൾഡ് ബൈ ഫിയർ ഓഫ് പണിഷ്മെന്റ് ഈസ് കോൾഡ്. പണിഷ്മെന്റിനെ പേടിച്ചുകൊണ്ട് ഉള്ള സ്റ്റേജ് ഏതാണ് എന്നാണ് ചോദിച്ചത്. 4 ഓപ്ഷൻസ് ഉണ്ട്. പ്രീ മോറൽ സ്റ്റേജ്, കൺവെൻഷണൽ. എന്തേ ഇപ്പൊ വരാൻ പറ്റില്ലേ? കുറച്ച് വരാം. കൺവെൻഷണൽ മോറൽ ലെവൽ, സെൽഫ് ആക്സെപ്റ്റഡ് ലെവൽ ആൻഡ് മൊറാലിറ്റി ലെവൽ എന്നുള്ളതാണ് അതിന്റെ ആശയമായിട്ട് വെച്ചിരിക്കുന്നത്. ഈ 9ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. In the context of Kohlberg's stage of moral reasoning, under which stage would the given typical response of a child fall? Your parents will be proud of you if you are honest, so you should be honest. KTET 2016 ചോദിച്ച ക്വസ്റ്റ്യനാണ്. അതിൻ്റെ ഓപ്ഷൻസ് നോക്കാം. സോഷ്യൽ കോൺട്രാക്ട് ഓറിയന്റേഷൻ, ഗുഡ് ഗേൾ ഗുഡ് ബോയ് ഓറിയന്റേഷൻ, ലോ ആൻഡ് ഓർഡർ ഓറിയന്റേഷൻ, പണിഷ്മെന്റ് ഒബീഡിയൻസ് ഓറിയന്റേഷൻ. ആൻസർ അപ്പം എന്താണ്? ഗുഡ് ഗേൾ ഗുഡ് ബോയ് ഓറിയന്റേഷൻ. ഗുഡ് ഗേൾ ഗുഡ് ബോയ്. 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അക്കോർഡിംഗ് ടു പ്രീ കൺവെൻഷണൽ ലെവൽ ഓഫ് കോൾബർഗ്സ് തിയറി, ടു വിച്ച് ഓഫ് ദ ഫോളോയിങ് വുഡ് ആൻ ഇൻഡിവിജ്വൽ ടേൺ വെൻ മേക്കിംഗ് എ മോറൽ ഡിസിഷൻ? 2015 CTET-ന്റെ ക്വസ്റ്റ്യനാണ്. പേഴ്സണൽ നീഡ്സ് ആൻഡ് ഡിസയേഴ്സ്, ഇൻഡിവിജ്വൽ വാല്യൂസ്, ഫാമിലി എക്സ്പെക്ടേഷൻസ് ആൻഡ് പൊട്ടൻഷ്യൽ പണിഷ്മെന്റ് ഇൻവോൾവ്. ആൻസർ അതെന്താണ്? പൊട്ടൻഷ്യൽ പണിഷ്മെന്റ് ഇൻവോൾവ്. 11ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. കോൾബർഗ്സ് തിയറി ഓഫ് മോറൽ റീസണിംഗ് ഹാസ് ബീൻ ക്രിട്ടിസൈസ്ഡ് ഓൺ സെവറൽ കൗണ്ട്സ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ദിസ് ക്രിട്ടിസിസം? ഇത് 2016 വെച്ചുള്ള ക്വസ്റ്റ്യനാണ്. കോൾബർഗ് ഹാസ് ബേസ്ഡ് ഹിസ് സ്റ്റഡി പ്രൈമർലി ഓൺ എ മെയിൽ സാമ്പിൾ. Kohlberg has not given typical response to each stage of moral reasoning. Kohlberg has duplicated Piaget's method of arriving at his theoretical framework. Option D, Kohlberg's theory does not focus on children's response. Answer പഠിച്ചേക്കാം. ഓപ്ഷൻ എ ആണ്. കോൾബർഗ് ഹാസ് ബേസ്ഡ് ഹിസ് സ്റ്റഡി പ്രൈമർലി ഓൺ എ മെയിൽ സാമ്പിൾ. ആൺകുട്ടികളെ വെച്ചുകൊണ്ട് മാത്രമാണ് അദ്ദേഹം തിയറി ഡെവലപ്പ് ചെയ്തതെന്നാണ് പറയുന്നത്. 12ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. അക്കോർഡിംഗ് ടു കോൾബർഗ്, എ ടീച്ചർ ക്യാൻ ഇൻസ്റ്റിൽ മോറൽ വാല്യൂസ് ഇൻ ചിൽഡ്രൻ ബൈ. CTET 2012 ക്വസ്റ്റ്യനാണ്. ഇൻവോൾവിംഗ് ദം ഇൻ ഡിസ്കഷൻസ് ഓൺ മോറൽ ഇഷ്യൂസ്. ഓപ്ഷൻ ബി, ഗിവിംഗ് സ്ട്രിക്റ്റ് ഇൻസ്ട്രക്ഷൻ. ഓപ്ഷൻ സി, ലൈങ് ക്ലിയർ റൂൾസ് ഓഫ് ബിഹേവിയർ, ഗിവിംഗ് ഇമ്പോർട്ടൻസ് ടു റിലീജിയസ് ടെക്നിക്സ്. അപ്പം എൻ്റെ ആൻസർ ഇതാണ്. ഇൻവോൾവിംഗ് ദം ഇൻ ഡിസ്കഷൻസ് ഓൺ മോറൽ ഇഷ്യൂസ്. ഇതിൻ്റെ 13ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അക്കോർഡിംഗ് ടു കോൾബർഗ്, ദ തിങ്കിങ് പ്രോസസ് ഇൻവോൾവ്ഡ് ഇൻ ജഡ്ജ്മെന്റ് അബൌട്ട് ക്വസ്റ്റ്യൻസ് ഓഫ് റൈറ്റ് ആൻഡ് റോങ് ഈസ് കോൾഡ്. CTET 2012. ഓപ്ഷൻസ് നോക്കാം. മോറൽ റീസണിംഗ്, മോറൽ റിയലിസം, മോറൽ ഡിലിമ, മൊറാലിറ്റി കോപ്പറേഷൻ. അപ്പോൾ ആൻസർ അപ്പം എന്താണ്? മോറൽ റീസണിംഗ്. CTET 2015 ക്വസ്റ്റ്യനാണ്. ദ കോൾബർഗ്സ് തിയറി വിച്ച് ലെവൽ signifies the absence of morality in the true sense? Level 3, level 4, level 1, level 2. Answer പഠിച്ചു വയ്ക്കുക. Level 1. Teacher says to her class, as individual assignments are designed to help individual students learn more effectively, all students should complete assignments prescribed without any assistance. She is referring to which of the following stages of Kohlberg's moral development? CTET 2014 ക്വസ്റ്റ്യനാണ്. ആൻസർ നോക്കുക. കൺവെൻഷണൽ സ്റ്റേജ് 4, ലോ ആൻഡ് ഓർഡർ. പോസ്റ്റ് കൺവെൻഷണൽ സ്റ്റേജ് 5, സോഷ്യൽ കോൺട്രാക്ട്. പ്രീ കൺവെൻഷണൽ സ്റ്റേജ് 1, പണിഷ്മെന്റ് അവോയ്ഡൻസ്.
Pre-conventional stage 2, individualism and exchange. Answer option A. Which of the following is the characteristics of Kohlberg stage of moral development? KTET 2019. Variable sequence of stages. Option B. Stages are isolated responses and not general pattern. Universal sequences of stages across all cultures. Stages proceeded in a non-hierarchic manner. അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ വരിക. യൂണിവേഴ്സൽ സീക്വൻസസ് ഓഫ് സ്റ്റേജസ് അക്രോസ് ഓൾ കൾച്ചേഴ്സ്. ഇതിൻ്റെ 17ാമത് ക്വസ്റ്റ്യൻ നോക്കാം. Karnail Singh does not pay income tax despite legal procedures and expenses. He thinks that he cannot support a corrupt government which spends millions of rupees in building unnecessary dam. He is probably in which stage of Kohlberg's stage of moral development? KTET 2013 ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഓപ്ഷൻ എ കൺവെൻഷണൽ, ഓപ്ഷൻ ബി പോസ്റ്റ് കൺവെൻഷണൽ, ഓപ്ഷൻ സി പ്രീ കൺവെൻഷണൽ, ഓപ്ഷൻ ഡി പാരാ കൺവെൻഷണൽ. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ. 18ാമത് ക്വസ്റ്റ്യൻ നോക്കാം. അക്കോർഡിംഗ് ടു കോൾബർഗ്, അറ്റ് വിച്ച് ലെവൽ morality is externally controlled? KTET 2016. Pre-conventional level, post-conventional level, conventional level. The answer pre-conventional level. A child reasons, you do this for me and I will do that for you. In which stage of Kohlberg's moral reasoning would this child fall? KTET 2015. The social contract orientation, the good boy good girl orientation, the instrumental purpose orientation, the punishment and obedience orientation. The answer is the good boy good girl orientation. According to Kohlberg, the level in which child's morality is controlled by fear of punishment is called KTET 2015 question ആണ്. Pre-moral, conventional moral level, self-accepted moral stage, morality level. The answer എന്താണ്? conventional moral level. 21ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. During infancy, which of the following aspect of development is not completed? Option A, emotional development, social development, language development, moral development. Answer moral development. 21 questions ആണ് പാർട്ട് 1 ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി ഇതിൻ്റെ തിയറി, ഇനി അതിൻ്റെ ആപ്ലിക്കേഷൻസ്, ഇങ്ങനെ 21 ക്വസ്റ്റ്യൻസ് കൂടാതെ ഒരു 50 ക്വസ്റ്റ്യൻസും കൂടി നമ്മൾ അഡീഷണൽ ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊക്കെ ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നവർക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയേക്കാണ്. അപ്പോൾ ആവശ്യമുള്ള കൂട്ടുകാർക്ക് KTET 1, KTET 2, 3, KTET 1, 2, 3 എക്സാമുകൾക്ക് ഓൺലൈൻ കോച്ചിങ്ങിനുമായിട്ട് നമ്മളുമായി കോൺടാക്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് അടുത്ത വട്ടത്തെ എക്സാമിന് ഉന്നത വിജയം എന്തായാലും KTET അല്ലെങ്കിൽ KTET നിങ്ങളോട് ജോയിൻ ചെയ്യുന്ന കോഴ്സിൽ 100% നമ്മൾ ഗ്യാരണ്ടി തരുന്നു. നിങ്ങളെ പാസ്സാക്കി എടുക്കുന്നതായിരിക്കും. ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. പേയ്മെൻറ്റും ഡീറ്റെയിൽസൊക്കെ നമ്മൾ പറഞ്ഞ് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. സൈനിങ് ഔട്ട്.